ശബരിമലയിൽ നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി അതിപ്പോൾ അങ്ങ് ഉന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനാണ്. അയ്യപ്പൻ തന്നെ അങ്ങനെ റൂട്ട് ക്ലിയർ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കാരണം തന്നെ സേവിക്കാനെന്ന് പറഞ്ഞ് അധികാരത്തിൻ്റെ ഇടങ്ങളിൽ കയറിയവർ തന്നെയും തൻ്റെ ചുറ്റുപാടും ചൂഷണം ചെയ്തു. ലക്ഷക്കണക്കിന് ഭക്തരുടെ ആ ഒരു വിശ്വാസത്തെ തന്നെയാണ് ഇവരില്ലാതാക്കിയത്. അങ്ങനെ ശബരിമലയെ തന്നെ തകർക്കാൻ ഇറങ്ങിയവർക്കാണിപ്പോൾ വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 35 വർഷത്തോളം കോർട്ട് പ്രാക്ടീസുള്ള CPM-ൻ്റെ ഒരു ആസ്ഥാന വിദൂഷകനുണ്ട്. അദ്ദേഹം ഇന്നലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് തന്ത്രിമാരുടെ കത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. അപ്പം തന്ത്രിമാരെയാണ് ആദ്യം പിടിക്കേണ്ടതെന്ന്. അത് പിടിക്കേണ്ടതാരാ? നരേന്ദ്രമോദിയുടെ പോലീസിനോ അമിത്ഷായുടെ പോലീസിനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ ഉള്ള അധികാരമില്ല. ആ അധികാരമുള്ള പോലീസിനെ ഭരിക്കുന്ന പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവാണ് വന്നിരുന്ന ചാനലിൽ ഈ മണ്ടത്തരം വിളമ്പുന്നത്. തന്ത്രി കൊടുത്ത കത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം തുടങ്ങിയത്. തന്ത്രി കത്ത് കൊടുത്ത് കാണും, അത് തന്ത്രി വിളിച്ച് ചോദ്യം ചെയ്യണം. ഞാൻ ആദ്യമേ പറയുന്നത് പോലെ ഇതിൽ തന്ത്രിയോ അവിടുത്തെ മേൽശാന്തിയോ അറിയാതെ അമ്പലത്തിനകത്ത് ഒന്നും നടക്കില്ല. അവരിലോട്ട് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം പിണിയാളുകളാണ്. ഇത് യഥാർത്ഥത്തിലുള്ള പ്രതികൾ എന്ന് പറയുന്നത് ശബരിമലയിലെ തന്ത്രിയും അവിടുത്തെ ഇതുവരെ ഉണ്ടായിരുന്ന മേൽശാന്തിമാരുമാണ്. ഇവിടെ മേൽശാന്തിയായിട്ട് നിയമനം കിട്ടി തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പോയ മേൽശാന്തി വരെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവം അയ്യപ്പനാണോ അതോ മുഖ്യമന്ത്രി ആണോ എന്ന് അന്ന് തന്നെ നമുക്ക് സംശയം തോന്നി. അന്നേ നമുക്ക് തോന്നിയത് ഇവിടെയൊക്കെ ഇനിയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. മേൽശാന്തിയായിട്ട് നിയമിക്കപ്പെടുന്ന ആൾ വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയോട് അലിജൻസ് കാണിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് അയ്യപ്പനോടോ ദേവസ്വം ബോർഡിനോടോ അല്ല അദ്ദേഹത്തിൻ്റെ കൂറെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറ്റി വിടുന്നത്. അവരവിടുന്ന് ഇന്നലെ ഹൈക്കോടതിയുടെ പരാമർശം വളരെ സീരിയസ് ആണ്. വിഗ്രഹമോഷണ സംഘത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡിയാണ് നടന്നിരിക്കുന്നത്. അതായത് വിഗ്രഹത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി അകത്ത് കൊണ്ടുവച്ച് ആ ഒറിജിനൽ വിഗ്രഹത്തെ എടുത്ത് ലോകത്തിലെ മാർക്കറ്റിൽ 100 കണക്കിന് കോടി രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഭവത്തെയാണ് അവർ സുഭാഷ് കപൂറിൻ്റെ പേരിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ രീതിയിലുള്ള ഒന്നാണോ എന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം പഴയതാണോ അതോ പുതുക്കി ഏതെങ്കിലും പോറ്റി വെച്ചതാണോ എന്നുള്ള സംശയം തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്രീകോവിലെ വിഗ്രഹത്തിൽ വരെയാണ് സംശയം. തീർച്ചയായിട്ടും. കാര്യം ഈ ശ്രീകോവിൽ നട തുറന്നിരുന്നപ്പോഴത്തേക്കാണ് കട്ടളയും പടിയും ഒക്കെ എടുത്തുകൊണ്ട് പോയതും അളവെടുത്തതും പുതിയത് വെച്ചതും ഒക്കെ. ഇതൊക്കെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്തത്. എന്തിനാണ് ചെയ്തത്? ഇവിടെ ഒന്നും ദേവപ്രശ്നം വയ്ക്കണ്ടേ? ശരിക്കും ശബരിമലയിൽ ദേവപ്രശ്നം വച്ചിട്ട് ആദ്യം നോക്കേണ്ടത് അവിടെ തന്ത്രിയും മേൽശാന്തി ഇരിക്കണോ അതോ മാറണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ശരിക്കും അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്തിരിക്കുന്നവരെന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് പാളത്താറ് കൊടുത്ത് നടക്കുന്ന കുറേ തന്ത്രിമാരുണ്ട്. ഇവരുടെ ആവശ്യം ശബരിമലയ്ക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമാണ് ആദ്യം ദേവഹിതം വെച്ച് നോക്കേണ്ടത്. എൻ്റെ അഭിപ്രായമല്ല, ദേവഹിതം വെച്ചിട്ട് നോക്കണം. ദേവന് ഈ തന്ത്രിമാർ തന്ത്രം ചെയ്യുന്നത് ഉചിതമാണോ എന്ന് അന്വേഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇവിടുന്നാണ് ഈ അഴിമതി അത്രയും പോയിരിക്കുന്നത്. അയ്യപ്പൻ്റെ പൈസ പോയിരിക്കുന്നത് മുഴുവൻ ഈ വഴിയാണ്. തന്ത്രിയും പോറ്റിയും മേൽശാന്തിയും കീഴ്ശാന്തിയും ഒക്കെയാണ്. ഇവരൊന്നും അറിയാതെ ഒന്നും നടക്കത്തില്ല. പ്രത്യേകിച്ച് ശബരിമലയിലെ മേൽശാന്തി എന്ന് വെച്ചാൽ പുറപ്പെടാ ശാന്തി എന്ന് വെച്ചാൽ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണ്. അങ്ങനെ ഒരാൾ ഉള്ളപ്പോഴത്തേക്ക് ഒരു സാധനം മോഷണം പോയിട്ട് അയാൾ ഇതുവരെ ചോദ്യം ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ ഒക്കോടാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിലുള്ള സെക്യൂരിറ്റി, നമ്മുടെ ഒരു ബാങ്കിൻ്റെ സെക്യൂരിറ്റി, ബാങ്കിൽ കൊള്ളയടിച്ച് കഴിഞ്ഞാൽ ആദ്യം സെക്യൂരിറ്റിക്കാരനല്ലേ ചോദിക്കണ്ടേ? ഇദ്ദേഹം അവിടുത്തെ സെക്യൂരിറ്റിയും കൂടെയാണ്. അയ്യപ്പൻ്റെ സെക്യൂരിറ്റി ആയിട്ട് തന്നെയാണ് മേൽശാന്തി, അവിടുത്തെ മേൽശാന്തി അവിടെ പുറപ്പെടാ ശാന്തിയായിട്ട് താമസിക്കുന്നത്. അപ്പം നട തുറക്കാത്ത സമയങ്ങളിലും ഈ സംഘങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ടാകും, ഉണ്ടാവും. അവിടെ ആ സമയത്ത് അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ മേൽശാന്തി അറിഞ്ഞിരിക്കണം. കാരണം ദേവസ്വം ബോർഡ് ജീവനക്കാർക്കൊക്കെ അവിടെ ചെല്ലാം, ഏത് സമയത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ചെല്ലാം. പക്ഷേ അയ്യപ്പൻ്റെ നടയുടെ സൂക്ഷിപ്പ് അവിടുത്തെ മേൽശാന്തിയുടെ കയ്യിലാണ്. മേൽശാന്തിയിലാണ് ആ താക്കോല്. അഥവാ അവിടുത്തെ വിഗ്രഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മേൽശാന്തിമാരാണ്, അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടാകുന്ന മേൽശാന്തിമാരാണ് ഉത്തരവാദി. ശബരിമലയിൽ ഇത് ആൾക്കാരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു കാര്യമാണ്. കോടതി തന്ത്രി പോലും നട തുറക്കേണ്ടതിൻ്റെ തലേ ദിവസം മാത്രമേ എത്തുന്നുള്ളൂ. അതെ, ഈ കോടതി പറഞ്ഞിരിക്കുന്നത് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്താതെ വളരെ കവറായിട്ട് പൊതിഞ്ഞാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകാത്ത രീതിയാണ് പറഞ്ഞിരിക്കുന്നത്.
വിഗ്രഹ മോഷണ സംഘത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അന്വേഷണ സംഘം ആ വഴിക്കും കൂടെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോടതിയുടെ താല്പര്യം. അപ്പം നമുക്ക് ഈ പിണറായി വിജയൻ സർക്കാരിനെ പല കാര്യങ്ങളിലും പിന്നെ സംശയിക്കേണ്ടി വരികയാണ്. അല്ല, വേറെ 4 പേര്, ഇപ്പം 4 പേര് അറസ്റ്റ് ചെയ്തു, ഇനി 4 പേരെയും കൂടെ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചെന്നൈ ഹൈക്കോടതിയുടെ, മദ്രാസ് ഹൈക്കോടതി എന്നാണ് പറയുന്നത്, മദ്രാസ് ഹൈക്കോടതിയുടെ 2 വിധികളുണ്ട്. ഒരു പബ്ലിക് സർവൻറ്റ് അന്യായമായ പണം ജോലിയിൽ കൂടെ സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ അവരുടെ പത്നിമാർക്ക് ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ അവർ ഈ കുറ്റത്തെ അബറ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2 മദ്രാസ് ഹൈക്കോടതി വിധിയുണ്ട്, 2023-ലും 2025-ലും. അത് പ്രകാരം ഇവരുടെ ഭാര്യമാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? കാര്യം വീട്ടിൽ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭാര്യമാരറിയാതെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ഭാര്യയെയും അല്ലെങ്കിൽ അവരുടെ സഹായികളെയും വേറെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഠം സീസ് ചെയ്തത്. ഒരു തൊണ്ടി മുതൽ ഒരാളുടെ വീട്ടിൽ നിന്ന് സീസ് ചെയ്തിട്ട് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തില്ല, ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് നിയമമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്? നമ്മളെ ഒരു തൊണ്ടി മുതൽ നമുക്ക് ഒരിടത്തുനിന്ന് സീസ് ചെയ്തു, ആ സീസ് ചെയ്തവരുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് അവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലേ? അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും ഒക്കെ ഭാര്യമാര്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി, ഇവർക്കെല്ലാം ഇതിനകത്ത് അറിവുണ്ട്. ഈ ഒരു കുറ്റം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനനുസരിച്ചും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ടും ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റവാളിയെ ഒളിപ്പിക്കുകയും കുറ്റത്തിൽ ഉൾപ്പെടുന്ന വസ്തുവിനെ ഒളിപ്പിക്കുകയും ചെയ്യുന്നവർ അതേ തരത്തിൽ കുറ്റക്കാരാണ്. അവരെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നതിനകത്ത്, അതായത് ഈ അന്വേഷണ സംഘം, നമ്മളൊക്കെ ആദ്യം വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു അന്വേഷണ സംഘമാണ്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ പോക്കിൽ, ആമയിഴഞ്ചാൻ പോക്കിൽ എല്ലാവർക്കും സംശയമുണ്ട്. എച്ച് വെങ്കടേഷ് സാറിനെ പോലുള്ള ആൾക്ക് ഇത്രയും പ്രഷർ വരുന്നു എന്നുള്ളത്, അന്വേഷണം ഇഴഞ്ഞ് നീങ്ങുകയാണ്. ആമയുടെ മലയ്ക്ക് കയറുന്നതിനേക്കാളും പാടിൽ ഇത് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ഓരോ ദിവസം, ആഴ്ചയിൽ ഒരിക്കൽ ഒരാളെ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 16 പ്രതികളുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തില്ല? ഈ വന്ന് ചാനലിലിരുന്ന് മെഴുകിയ ആൾ പറയുന്നില്ല 16 പേർക്ക് പ്രതിയായിട്ട് കോടതിയിൽ FIR ഇട്ടിട്ടുണ്ട്. ഈ 16 പേരെ ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ഇയാൾക്ക് പറയാൻ സാധിക്കുന്നില്ല. ഈ ചോദിക്കുന്ന അവതാരകരും ശരിക്കുള്ള ചോദ്യമല്ല ചോദിക്കുന്നത്. അവർ വേറെന്തൊക്കെയോ ചോദിക്കുന്നു, ഇയാൾ വേറെന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. യഥാർത്ഥ ചോദ്യം ഇതാണ്: 16 പ്രതികളുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് പ്രതിയായിട്ട് പോലീസോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘവും പ്രതിയായിട്ട് കുറ്റപത്രമല്ല FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തിയിട്ട് വേണ്ടേ അന്വേഷണം പുരോഗമിക്കേണ്ടത്? അയാളെ നിർത്തിക്കൊണ്ടെങ്ങനെ അന്വേഷണം നടത്തുന്നത്? ഇവിടെ പ്രശ്നം ഇവരുടെ ബന്ധുക്കളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സകലരെയും അറസ്റ്റ് ചെയ്ത് ഒരു പ്രത്യേക ജയിലും പ്രത്യേക കോടതിയും പോലും ഇതിന് വേണ്ടി വരുമെന്നാണ് ഈ നടന്ന മോഷണത്തിൻ്റെ വലിപ്പം കാണുമ്പോഴത്തേക്ക് 100 ചില്ലോനം പ്രതികൾ ഉണ്ടാവണം ഈ കേസിൽ, എങ്കിലേ നടക്കുകയുള്ളൂ. കാര്യം ഇത്രയും തന്ത്രിമാരുണ്ട്, ഇത്രയും തന്ത്രി കുടുംബക്കാരുണ്ട്, ഇത്രയും മേൽശാന്തിമാരുണ്ട്, അവരെ കുടുംബക്കാരുണ്ട്, ഇത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവരെ കുടുംബക്കാരുണ്ട്. ഇവരെ കൂടെ വരുമ്പോൾ 100 ചില്ലോനം പ്രതികൾ ഈ കേസിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ, ശരിക്കുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ. പക്ഷേ ആ അന്വേഷണം നടന്നിട്ടുമില്ല. ആ രീതിക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്കാർക്കും കാണാനും പറ്റുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.